ഓം നമോ നാരായണായ. ഇന്ന് വായിക്കുന്നത് രാവണൻ്റെ പുറപ്പാടാണ്. അതായത് യുദ്ധത്തിനായി രാവണൻ സൈന്യസമേതം പുറപ്പെടുന്ന സന്ദർഭം. ആരെയും പോരിനയക്കുന്ന ദില്ലിനി, അതായത് ഇനി യുദ്ധത്തിന് മറ്റാരെയും ഞാൻ അയക്കില്ല, നേരെ പൊരുതു ജയിക്കുന്നുമുണ്ടല്ലോ, അതായത് ഞാൻ തന്നെ നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കും. നമ്മോട് കൂടെയുള്ളോർകൾ പോന്നിടുക, അതായത് നമ്മോടൊപ്പം ഉള്ളവർ കൂടെ വരിക, നമ്മുടെ രഥവും കൊണ്ടുവരൂ എന്നവൻ പറഞ്ഞു. വെളുത്ത തിങ്കൾ പോലെയുള്ള വെൺകൊറ്റക്കുടയും പിടിപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനിയൻ അല്ലെങ്കിൽ അനുജൻ ബ്രഹ്മാവിൻ്റെ മകൻ, അതായത് നാരദൻ, താമരയിൽ ജനിച്ചവൻ, സ്വർണം കൊണ്ടുണ്ടാക്കിയ രഥത്തിൽ അവൻ കയറി. ആലവട്ടങ്ങളും വെളുത്ത ചാമരങ്ങളും നീല നിറത്തിലുള്ള കുടകളും മുത്തുകൾ പതിച്ച കുടകളും 1000 കുതിരകളെ പൂട്ടിയിരിക്കുന്നതും കാറ്റിന്റെ വേഗതയുള്ളതുമായ രഥത്തിൽ കയറി. മേരുപർവ്വതത്തിന്റെ കൊടുമുടികൾ പോലെ ശോഭിക്കുന്ന കിരീടങ്ങളും രത്നഹാരങ്ങൾ തുടങ്ങിയ ആഭരണങ്ങളും ധരിച്ച് 10 തലകളും 20 കൈകളും, കൈകളിൽ വില്ലും അമ്പും മറ്റും ആയുധങ്ങളും ഏന്തി നീലപർവ്വതം പോലെ, അതായത് കറുത്ത ശരീരകാന്തിയുള്ള അസുര രാജാവായ രാവണൻ വലിയ ആർപ്പ് വിളികളോടും കോലാഹലത്തോടും കൂടെ പുറപ്പെട്ടു. ലങ്കയിലെ മഹാരഥന്മാരായ യോദ്ധാക്കൾ എല്ലാവരും ഒരു ഭയവുമില്ലാതെ ആ സമയം യുദ്ധത്തിന് പുറപ്പെട്ടു. രാവണന്റെ മക്കളും മന്ത്രിമാരും അനിയന്മാരും മരുമക്കളും ബന്ധുക്കളും സൈന്യാധിപന്മാരും തിക്കിത്തിരക്കി ലങ്കയുടെ വടക്കേ ഗോപുര ഭാഗത്തുള്ള പ്രധാന ഗോപുരത്തിലൂടെ നിരനിരയായി വന്നു. പരാക്രമശാലികളായ രാക്ഷസന്മാരെ പുറത്തു തന്നെ ഒരുമിച്ചു കണ്ട ശ്രീരാമൻ ചെറുപുഞ്ചിരിയോടെ കടാക്ഷത്താൽ, അതായത് കണ്ണടയാളത്താൽ മെല്ലെ വിഭീഷണനോട് ഇപ്രകാരം ചോദിച്ചു: മികച്ച യോദ്ധാക്കൾ വരുന്നത് കാണുന്നുണ്ടല്ലോ, ഇവർ ആരൊക്കെയാണെന്ന് ക്രമത്തിൽ എനിക്ക് പറഞ്ഞു തന്നാലും. അതു കേട്ട വിഭീഷണൻ ശ്രീരാമനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: വില്ലും അമ്പുമേന്തി ഉദയസൂര്യന്റെ പ്രഭയോടെ ആനപ്പുറത്ത് കയറി വരുന്നത് അകമ്പനനാണ്. സിംഹക്കൊടിയുള്ള രഥത്തിൽ കയറി സിംഹത്തെ പോലെ പരാക്രമിയായി വില്ലും അമ്പുമേന്തി വരുന്നവൻ രാവണപുത്രനായ ഇന്ദ്രജിത്താണ്. മുമ്പ് നമ്മെ യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ളവൻ ഇവനാണ്. യുദ്ധത്തിനായി വില്ലും അമ്പുമേന്തി വലിയൊരു രഥത്തിൽ കയറി ശരീരം വലുതാക്കി ആഭരണങ്ങൾ അണിഞ്ഞ് വരുന്ന വലിയ ശരീരമുള്ളവൻ രാവണന്റെ മകനായ അതികായനാണ്. സ്വർണാഭരണങ്ങൾ അണിയിച്ച് ആനപ്പുറത്ത് വരുന്നവനും പ്രതാപവാനുമായ യോദ്ധാവ് മഹോദരനാണ്. കുതിരപ്പുറത്ത് കയറി ഇരുമ്പുവടി കറക്കി വരുന്നവനും യുദ്ധവീരന്മാരിൽ ശ്രേഷ്ഠനുമായ യോദ്ധാവ് നരാന്തകൻ ആണ്. വെളുത്ത കാളയുടെ മുകളിലേറി ത്രിശൂലവും ഇളക്കി പിടിച്ചിരിക്കുന്നവൻ ത്രിശിരസ് ആകുന്നു. രാവണന്റെ മറ്റൊരു മകനായി ഇവിടേക്ക് രഥത്തിൽ വരുന്നത് ദേവാന്തകനാണ് പ്രഭു. കുംഭകർണന്റെ മകനായ കുംഭനാണ് അവിടെ നിൽക്കുന്നത്. അവന്റെ അനിയനായ നികുംഭൻ കയ്യിൽ പരിചയമെന്നും ആയുധമേന്തി നിൽക്കുന്നു. ദേവകുലത്തിന് അനന്തനായ വിനാശകനായ രാവണൻ ഇവനോടൊപ്പം എല്ലാം നമ്മെ ജയിക്കാനായി പുറപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം വിഭീഷണൻ പറഞ്ഞത് കേട്ട ശ്രീരാമൻ ഇതിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: യുദ്ധത്തിൽ 10 തലയുള്ള രാവണനെ വധിച്ചിട്ട് എൻ്റെ മനസ്സിലെ കോപം ഞാൻ ഇന്ന് തീർക്കും എന്ന് ശ്രീരാമൻ കൽപ്പിച്ചു നിൽക്കുന്ന ആ സമയത്ത്
കൂടെ വന്ന സൈന്യത്തോട് രാവണനും ഇപ്രകാരം പറഞ്ഞു: എല്ലാവരും എന്നെ ഒഴിച്ചു മാറ്റി പോയിക്കൊള്ളൂ. അവർ ലങ്കയ്ക്കുള്ളിൽ കിടന്ന് ഏതെങ്കിലും ഭാഗം വഴി നോക്കി ശത്രുക്കൾ അകത്തു കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെന്ന് ലങ്കാപുരത്തിന് കാവൽ നിൽക്കൂ. ഇന്ന് ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഞാൻ തന്നെ ധാരാളം. എനിക്ക് അതിന് യാതൊരു ശക്തിക്കുറവുമില്ല. ഇപ്രകാരം രാവണൻ കൽപ്പിച്ചപ്പോൾ രാക്ഷസന്മാർ എല്ലാവരും ലങ്കാപുരത്തിലേക്ക് തിരികെ പോയി. ദേവന്മാരുടെ ശത്രുവായ രാവണൻ വാനരക്കൂട്ടത്തെ അമ്പെയ്ത് തള്ളി മാറ്റി മുന്നേറി. വാനര ശ്രേഷ്ഠന്മാർ ഭയന്ന് ഞങ്ങൾക്ക് അഭയം തരണമേ എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ കാൽക്കൽ വീണു യാചിച്ചു. ഉടൻ തന്നെ വില്ലും അമ്പുകളും കയ്യിലെടുത്ത് കൗസല്യാപുത്രനായ ശ്രീരാമനും യുദ്ധത്തിനൊരുങ്ങി. വലിയ പരാക്രമിയായ ഇവനോട് യുദ്ധം ചെയ്യാൻ ആദ്യം എനിക്ക് അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹം നൽകിയാലും എന്നും പറഞ്ഞ് ലക്ഷ്മണനും ചെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു: ഇന്ദ്രൻ പോലും യുദ്ധത്തിൽ ഭയപ്പെടുന്നവനാണ് ഇവൻ. ആ രാക്ഷസ രാജാവിൻ്റെ, അതായത് രാവണന്റെ വളരെ അടുത്ത് നീ പോകരുത്. രാക്ഷസന്മാർക്ക് മായാശക്തിയും വളരെ കൂടുതലുണ്ട്. ഇവർക്ക് ഒരിക്കലും യാതൊരു നീതിബോധവും ഇല്ല. അവൻ പരമശിവന് പ്രിയപ്പെട്ടവനുമാണ്. ചന്ദ്രഹാസം എന്നു പേരുള്ള ശിവൻ നൽകിയ വാളും അവന്റെ ആയുധമായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ആലോചിച്ച് മനസ്സുറപ്പിച്ച് യുദ്ധത്തിലേക്ക് പോകുന്ന തന്നെ എന്നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പോൾ തുടർന്ന് ലക്ഷ്മണനും ശ്രീരാമനെ തൊഴുത് ഉടൻ പിന്നോട്ട് മാറി. സീതാദേവിയെ കവർന്ന രാവണൻ അടുത്തു വന്നപ്പോൾ വാനരശ്രേഷ്ഠനായ ഹനുമാൻ രാവണന്റെ രഥത്തിന്റെ തട്ടിലേക്ക് എടുത്തു ചാടി വീണു. രാക്ഷസനായ രാവണനും ക്രുദ്ധനായി അവിടെ എത്തി. അപ്പോൾ തന്റെ വലതുകൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ പറഞ്ഞു: രാക്ഷസ രാജാവായ രാവണനോട് വായുപുത്രനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: ദേവന്മാരെയും തപസ്വികളെയും സജ്ജനങ്ങളായ മറ്റു ജനങ്ങളെയും എന്നും ഉപദ്രവിക്കുന്ന നിനക്കിപ്പോൾ വലിയൊരു ആപത്ത് ഈ വാനരകുലം കാരണം വന്നെത്തും. നിന്നെ തല്ലിക്കൊല്ലാനായി ഒരുവൻ വന്നു നിൽക്കുന്നത് മറ്റാരുമല്ല, വീരനാണ് നീയെങ്കിൽ നീ ഓർത്തു നോക്കൂ. വലിയ പരാക്രമിയായ നിന്റെ മകനായ അക്ഷകുമാരനെ കൊന്ന അതേ ആളാണ് ഞാൻ എന്നും പറഞ്ഞ് വാനരശ്രേഷ്ഠനായ ഹനുമാൻ രാവണനെ ശക്തമായി ഒരടി അടിച്ചു. 10 തലയുള്ള രാവണൻ നന്നായി വിറച്ച് താഴെ വീണു. പിന്നീട് ബോധം വീണ്ടു കിട്ടി രാവണൻ പറഞ്ഞു: ഇവിടെ വന്നു ചേർന്ന വാനരന്മാരിൽ ഏറ്റവും സമർത്ഥൻ നീ തന്നെയാണ്. അതിന് ഹനുമാൻ പറഞ്ഞു: എൻ്റെ ഈ അടി കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? എൻ്റെ കയ്യിൽ നിന്ന് അടിയേറ്റാൽ മറ്റാരും മരിക്കാതെ ജീവിച്ചിരിക്കാറില്ലല്ലോ. നിനക്ക് മരണമൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഭീരുവും ശക്തിയില്ലാത്തവനുമായി പോയി. എന്നാലും നമുക്കിനി കുറച്ചു സമയം കൂടി യുദ്ധം ചെയ്യാം. ആ സമയത്ത് രാവണൻ ഹനുമാനെ തിരിച്ച് ശക്തമായി ഒരടി അടിച്ചു. അതേറ്റു വാനരശ്രേഷ്ഠനായ ഹനുമാൻ ബോധരഹിതനായി വീണു. ആ സമയം നീലൻ കുതിച്ചു ചെന്ന് രാവണന്റെ മുകളിലേക്ക് കയറി അവന്റെ 10 കിരീടങ്ങളിലും വില്ലിന്റെ മുകളിലും കൊടിമരത്തിന്മേലും സന്തോഷത്തോടെ അവൻ 10 കിരീടങ്ങൾ മുകളിലും മാറി മാറി ചാടി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട നാരദ മഹർഷിയും പാടാൻ തുടങ്ങി: അഗ്നേയാസ്ത്രം കൊണ്ടും അഗ്നിപുത്രനായ നീലനെ രാവണൻ അമ്പെയ്ത് നിലത്തു തള്ളിവിട്ടു. ആ നിമിഷം തന്നെ ലക്ഷ്മണൻ കോപിച്ച് വേഗത്തിൽ യുദ്ധത്തിനായി മുന്നോട്ട് വന്നു. രാക്ഷസ രാജാവായ രാവണനോട് യുദ്ധം ചെയ്യാനായി അടുത്തെത്തിയ സമയത്ത് രണ്ടുപേരും, അതായത് ലക്ഷ്മണനും രാവണനും അമ്പുകളുടെ മാലമഴ തന്നെ എയ്തു. ആ അമ്പുകൾ കാരണം പോർക്കളം തന്നെ കാണാൻ കഴിയാത്ത വിധം മറഞ്ഞുപോയി. ലക്ഷ്മണന്റെ രാവണന്റെയും വില്ല് വെട്ടിമുറിച്ചു കളഞ്ഞു. അല്പനേരം ആലോചിച്ചു നിന്ന രാവണൻ
പിന്നീട് മായാസുന്ദരൻ തനിക്ക് നൽകിയ ശക്തിയേറിയ വേൽ ലക്ഷ്മണന്റെ നെഞ്ചിലേക്ക് ലക്ഷ്യമാക്കി ശക്തിയായി എറിഞ്ഞു. ആ വേലിന്റെ മറ്റു ശസ്ത്രങ്ങൾ കൊണ്ട് തടുക്കുവാൻ കഴിയാതെ ലക്ഷ്മണൻ ആ ശക്തിവേലിന്റെ പ്രഹരമേറ്റ് ഉടൻ തന്നെ മയങ്ങി വീണു. വേദനയോടെ വീണ ലക്ഷ്മണ കുമാരനെ എടുത്ത് ഉടൻ തന്നെ കൊണ്ടുപോകാനായി രാവണൻ ശ്രമിച്ചു. കൈലാസപർവ്വതം വരെ പൊക്കിയെടുത്ത രാവണന് പക്ഷേ ലക്ഷ്മണന്റെ ചെറിയ ശരീരം അവിടെ നിന്നും അനക്കുവാൻ പോലും സാധിച്ചില്ല. ശ്രീരാമന്റെ ദിവ്യശക്തിയും മഹിമയും ലക്ഷ്മണനിൽ കൂടിയിരിക്കുന്നുകൊണ്ടായിരുന്നു അത്. ഇതുകൊണ്ട് രാവണൻ എന്ന വീരന് വലിയ ലജ്ജയും തോൽവിയും തോന്നി. ഇതു കണ്ടു നിന്ന വായുപുത്രനായ ഹനുമാൻ ഓടിയെടുത്ത് രാവണനെ വന്ന് ശക്തമായി ഒരു അടിയടിച്ചു. ആ അടിയേറ്റ് രാവണൻ ചോര ഛർദിച്ച് തന്റെ രഥത്തിൽ വീണു. ആ സമയം തന്നെ ഹനുമാൻ ലക്ഷ്മണനെ ഒരു പൂവ് പോലെ വളരെ ലളിതമായി ആദരവോടെ എടുത്തുയർത്തി പരമപുരുഷനായ ശ്രീരാമന്റെ മുന്നിൽ കൊണ്ടുവച്ച് വണങ്ങി. രാവണന്റെ കയ്യിൽ നിന്നും മാറി ലക്ഷ്മണന്റെ മാറിൽ തറച്ചിരുന്ന മയാസുരൻ നൽകിയ ആ ശക്തിവേൽ തിരികെ പോവുകയും ചെയ്തു. 3 ലോകങ്ങളുടെയും നാഥനായ ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. വായുപുത്രനായ ഹനുമാൻ രാവണനെ വണങ്ങി ഇപ്രകാരം പറഞ്ഞു: ഗരുഡവാഹനനായ വിഷ്ണു ഭഗവാൻ യുദ്ധം ചെയ്യുന്നത് പോലെ ഭഗവാനും എൻ്റെ ചുമലിൽ ഏറിയിരുന്ന് യുദ്ധം ചെയ്താലും യാതൊരു മടിയുമില്ലാതെ ഈ രാവണനെ വധിച്ചാലും. ഹനുമാൻ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ ഹനുമാന്റെ ചുമലിൽ കയറിയിരുന്ന് ശോഭിച്ചു. തുടർന്ന് രാവണനോട് ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു: നിന്നെ അടുത്തു കാണാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അതിനുള്ള അവസരം ഒത്തുവന്നതുകൊണ്ട് നിന്നെയും നിന്റെ കൂടെ വന്ന സൈന്യത്തെയും കൊന്ന് 3 ലോകങ്ങളെയും രക്ഷിച്ചു കൊള്ളാം. എൻ്റെ മുന്നിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കൂ നീ എന്ന് അരുളി ചെയ്ത് ആയുധങ്ങളും അസ്ത്രങ്ങളും എയ്യുവാൻ തുടങ്ങി. രാവണനും രാമനും ഒപ്പത്തിനൊപ്പം തിരിച്ച് അമ്പെയ്യുവാൻ തുടങ്ങി. ആ സമയത്ത് യുദ്ധം വളരെ ഭീകരമായി മാറി. കടലുമാകെ ഇളകി മറിയുവാൻ തുടങ്ങി. ഹനുമാന്റെ ശരീരത്തിലും മുറിവേൽപ്പിച്ചു ശൂരനായ ആ രാക്ഷസ രാജാവ്. അതുകണ്ട് ശ്രീരാമദേവന് ദേഷ്യം കടുത്തു. ധൈര്യത്തോടെ ഒരു അസ്ത്രം കയ്യിലെടുത്ത് രാക്ഷസ രാജാവിന്റെ മാറ് ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ അയച്ചു. അമ്പേറ്റ ആ നിമിഷം രാവണൻ വലിയ തളർച്ച അനുഭവപ്പെട്ടു. രാവണന്റെ കയ്യിലെ വില്ലും നിലത്തു വീണു. രാക്ഷസാധിപനായ രാവണന് ശക്തിക്ഷയം സംഭവിച്ചത് കൊണ്ട് ശ്രീരാമൻ ഉടൻ തന്നെ അവന്റെ രഥവും കൊടിയും കുടയും കുതിരയും മനോഹരമായ കിരീടങ്ങളും അടിച്ചു തെറിപ്പിച്ചു. തേരിന്റെ സാരഥിയെയും കൊന്നുകളഞ്ഞു. അങ്ങനെ വലിയ വിഷമത്തോടെ നിൽക്കുന്ന രാവണനോട് ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു: നിന്റെ മനസ്സിലും ശരീരത്തിലും ഇപ്പോൾ വലിയ ക്ഷീണമുണ്ട്. ഇന്ന് നീ തിരികെ പോയിക്കൊള്ളൂ. ഒട്ടും ഭയപ്പെടേണ്ട. നീ ഇനി ലങ്കയിൽ ചെന്ന് വിശ്രമിച്ചാലും. നല്ലവണ്ണം വിശ്രമിച്ചിട്ട് പുതിയ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായി നാളെ നീ വീണ്ടും യുദ്ധത്തിന് വരണം. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് ഭയന്ന രാവണൻ വേഗത്തിൽ അവിടെ നിന്നും തിരികെ വന്നു. ശ്രീരാമന്റെ അസ്ത്രം പുറകെ വരുന്നുണ്ടോ എന്ന് വളരെ വ്യാകുലതയോടെ രാവണൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി. ശരീരം വിറച്ചുകൊണ്ട് അവൻ തന്നെ കൊട്ടാരത്തിലെത്തി. തനിക്കുണ്ടായ വലിയ അപമാനവും വിഷമവും ഓർത്ത് ആകുലതപ്പെട്ടു. ശ്രീരാമൻ പിന്നീട് ലക്ഷ്മണനെയും വാനരരാജാവായ സുഗ്രീവനെയും രാവണന്റെ അമ്പുകളേറ്റ് മുറിവേറ്റവരായ നീലൻ തുടങ്ങിയ വാനരന്മാരെയും ദിവ്യ ഔഷധങ്ങൾ കൊണ്ട് അസുര സുഖപ്പെടുത്തി തൻ്റെ ഉദ്ദേശങ്ങൾ അരുളി ചെയ്തുകൊണ്ട് അവിടെ
കഴിഞ്ഞു. രാക്ഷസ രാജാവായ രാവണനും തന്റെ വേലക്കാരോട് തന്റെ വിഷമങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ വീര്യവും ശക്തിയും കീർത്തിയും ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ ഉയർന്ന കഴിവുകളും പ്രയത്നങ്ങളും നഷ്ടമായിരിക്കുന്നു. നമ്മുടെ പുണ്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കഷ്ടകാലം എത്തിച്ചേർന്നു എന്നത് തീർച്ചയാണ്. ബ്രഹ്മാവും അനാര്യണ്യ മഹാരാജാവും വേദപതിയും മഹാനായ നന്ദികേശനും രംഭയും നളകുബേരൻ തുടങ്ങിയവരും ഇന്ദ്രൻ പ്രധാനിയായ ദേവന്മാരും അഗസ്ത്യൻ തുടങ്ങിയ മുനിമാരും പരമശിവന്റെ പ്രിയപത്നിയായ പാർവതി ദേവിയും വലിയ തപോബലയും പതിവ്രതവും നിമിത്തം നിഷ്ഠതയോടെ ജീവിക്കുന്ന സതീദേവിമാരും സത്യസന്ധമായി പറഞ്ഞ ശാപവാക്കുകൾ കേട്ടിട്ട് ഒരിക്കലും തെറ്റിപ്പോവില്ല എന്നിപ്പോൾ തീർച്ചയായി. നമുക്ക് ഇനി എന്താണ് വഴിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ജയിക്കുവാനായി എന്താണ് ഒരു നല്ല വഴി? യമന് തുല്യനായ കുംഭകർണനെ സമയം കളയാതെ നിങ്ങൾ ചെന്ന് ഉണർത്തുക. 6 മാസം കഴിഞ്ഞാൽ മാത്രമേ അവൻ ഉണരുകയുള്ളൂ. ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അവൻ. ഇന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് 9 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ സ്നേഹത്തോടെ അവനെ ഉണർത്തൂ. രാക്ഷസ രാജാവായ രാവണന്റെ കൽപ്പന ചെന്ന് ഓരോ രാക്ഷസന്മാരും അവനെ ഉണർത്തുവാനായി തയ്യാറായി. മുരശ്, ദുന്ദുബി തുടങ്ങിയ വാദ്യമേളങ്ങളും വലിയ രഥങ്ങളും രാവണങ്ങളും പാളകളും കുതിരപ്പടകളും കുംഭകർണന്റെ നെഞ്ചിലൂടെ പാഞ്ഞു നടന്ന് ആർത്തു വിളിച്ച് ലോകം കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം, വിറപ്പിച്ചു കളഞ്ഞു എന്തൊരു വിസ്മയകരമായ കാഴ്ച. അതായത് വിറപ്പിച്ചു കളഞ്ഞൊരു വിസ്മയകരമായ കാഴ്ച. അതായത് 1000 കുട വെള്ളം കൊണ്ടുചെന്ന് ഒഴിച്ചു. 1000 കുംഭം. കുംഭകർണന്റെ കാതുകൾക്കുള്ളിൽ വീണ്ടും വലിയ കുതിരകളെ കൊണ്ട് അവന്റെ മൂക്കിലെ ദ്വാരങ്ങളുള്ള രോമങ്ങൾ പിരിച്ച് വലിപ്പിച്ചു. തുമ്പിക്കൈ വെട്ടിയ പോയതുപോലെ അലറുന്ന ആനകളെ കൊണ്ട് അവനെ തട്ടിയും ബഹളമുണ്ടാക്കിയും ഇന്ദ്രശത്രുവായ കുംഭകർണന് ഒരു ഇളക്കവും തട്ടിയില്ല. ഒടുവിൽ അതെല്ലാം കഴിഞ്ഞ് വലിയൊരു കോട്ടാവിയോടെ, അതായത് കോട്ടുവായോടെ അവൻ ഉണർന്നു. പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസ വീരന്മാർ ഓടി മാറി. 1000 കുടം നിറയെ മദ്യവും 1000 കുടം നിറയെ രക്തവും ഭക്ഷണത്തിനായുള്ള മാംസവും കുന്നുപോലെ കണ്ട് സന്തോഷത്തോടെ അവൻ എഴുന്നേറ്റിരുന്നു. ക്രവ്യാദികൾ, അതായത് മാംസം തിന്നുന്ന ജീവികൾ തുടങ്ങി മറ്റു ജീവികളുടെ ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി മാംസാഹാരങ്ങളെല്ലാം കഴിച്ച് സന്തോഷമുള്ള മനസ്സോടെ ശുദ്ധാചമനവും ചെയ്തു ഇരിക്കും വിധവും, അതായത് വായ കഴുകി വൃത്തിയാക്കി ഇരിക്കുന്ന സമയത്ത് ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. രാവണന്റെ വേലക്കാർ വന്ന് വണങ്ങി നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം അറിയിച്ചു ഉണർത്തിയ, യുദ്ധത്തിലെ ദാരുണമായ കാര്യങ്ങളെല്ലാം അവനെ അറിയിച്ച കാരണവും കേട്ടു പങ്കജ കണ്ണനാൻ അനുജൻ തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയതിന്റെ കാരണം കേട്ട കുംഭകർണൻ, എങ്കിലോ വൈരാഗികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവൻ എന്നങ്ങനെ, അതായത് എങ്കിൽ ശത്രുക്കളെ കൊന്നു വീഴ്ത്തി ഞാൻ നിങ്ങളുടെ സങ്കടമെല്ലാം തീർത്തു തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ മഹോദരൻ എന്ന അസുരൻ മെല്ലെ അവനടുത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ജ്യേഷ്ഠനായ രാവണനെ കണ്ടു വണങ്ങി തൊഴുത് അനുവാദം വാങ്ങി സങ്കടങ്ങൾ വരാതെ പോകുന്നതാണ് നല്ലത്. ഇപ്രകാരം മഹോദരൻ പറഞ്ഞത് കേട്ട കുംഭകർണൻ രാവണന്റെ അടുക്കൽ ചെന്ന് വണങ്ങി രാവണൻ അവനെ ഗാഢമായി ആലിംഗനം ചെയ്ത് അടുത്തിരുത്തി. വളരെ സന്തോഷത്തോടെ തന്റെ അനുജനെ സ്വീകരിച്ചു. നീ മനസ്സു വെച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും വൃത്താന്തമെങ്കിലും കേട്ടാലുമില്ലടോ, ഈ വിവരങ്ങളൊന്നും നീ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ സഹോദരിയായ ശൂർപ്പണഖിയുടെ മൂക്കും സ്തനങ്ങളും, അതായത് മുലകളും മുറിച്ചു കളഞ്ഞതിന്റെ പ്രതികാരമായി ഞാൻ സീതാദേവിയെ
ശ്രീരാമനും ലക്ഷ്മണനും അറിയാത്ത വിധം കവർന്നെടുത്ത് കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. സമുദ്രത്തിൽ അണക്കെട്ട് കെട്ടി കടന്നു വന്ന രാമൻ യുദ്ധത്തിനായി വാനര സൈന്യത്തോടൊപ്പം ഇവിടെ എത്തി. പ്രഹസ്തൻ തുടങ്ങിയ നമ്മുടെ പ്രധാന വീരന്മാരെ കൊന്നു തള്ളി. എന്നെയും ഒട്ടും അനായാസമായി അമ്പെയ്ത് മുറിവേൽപ്പിച്ചു. മനഃപൂർവ്വം കൊല്ലാതെ വിട്ടയച്ച അപമാനത്താൽ വലിയ സങ്കടം സഹിക്കവയ്യാതെയാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. ആ മനുഷ്യരെല്ലാം, അതായത് രാമലക്ഷ്മണന്മാർ വാനരന്മാരെയും കൊന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ. ഇത് കേട്ടപ്പോൾ കുംഭകർണൻ രാവണനോട് പറഞ്ഞു, വളരെ നന്നായി, വളരെ നല്ല കാര്യങ്ങൾ കേട്ടു. നല്ലതും ചീത്തയും തനിയെ തിരിച്ചറിഞ്ഞാൽ ഒരാൾ നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞു പറഞ്ഞു തരുന്നവരുടെ ഉപദേശങ്ങൾ നല്ല രീതിയിൽ കേട്ടനുസരിച്ചാലും മതിയായിരുന്നു. അതിനു തയ്യാറാകാത്തവർ എവിടെ നിന്നാണ് നല്ലതുണ്ടാവുക? സീതയെ തിരികെ രാമന് നൽകുക എന്നിങ്ങനെ അനിയനായ വിഭീഷണൻ ഉപദേശിച്ചപ്പോൾ നീ കോപിച്ചവനെ തള്ളിപ്പറഞ്ഞു, അവനെ ആട്ടിപ്പായിച്ചു. വിട്ടത് നന്നായി എന്നിപ്പോൾ ഓർത്താൽ മനസ്സിലാകും. കാരണം അവൻ നാട്ടിൽ നിന്നും പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടു. നമുക്ക് വരാൻ പോകുന്നത് നല്ല കാലമല്ലെന്നും അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും മനസ്സിലാക്കുന്നു. നല്ലൊരു കാര്യം ഒരു ഉപദേശകനാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം സങ്കടവും ആപത്തും വന്നതെന്നു കാലമാണിത്. കാലത്തിന്റെയും ദേശത്തിന്റെയും അവസ്ഥകളും നയതന്ത്രങ്ങളും പ്രശ്നത്തിന്റെ മൂലകാരണവും ശത്രുക്കളുടെ ശക്തിയും വീര്യവും, ശത്രുക്കളും മിത്രങ്ങളും നിഷ്പക്ഷമായി നിൽക്കുന്നവരും ധനവും പ്രയത്നവും തുടങ്ങിയ മറ്റു കാര്യങ്ങളും, സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നീ 4 ഉപായങ്ങളും 6 രാഷ്ട്രീയ നയങ്ങളും ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെല്ലാം ആലോചിച്ച് നല്ലത് പറഞ്ഞു തരുന്ന ഒരു നല്ല മന്ത്രി കൂടി ഉണ്ടെങ്കിൽ രാജാവിന് സൗഖ്യവും കീർത്തിയും വർദ്ധിക്കും. എന്നാൽ അത്തരം മന്ത്രിധർമ്മം ഉപേക്ഷിച്ച് രാജാവിന് ഏതാണോ കേൾക്കാൻ ഇഷ്ടം അത് മാത്രം ചെവിക്ക് സുഖം തോന്നുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് വലിയ അഹങ്കാരികളായി നടിച്ച് രാജ്യത്തിന് പൂർണ്ണ നാശം വരുത്തുന്ന രീതിയിൽ പെരുമാറുന്ന വിഡ്ഢികളായ മന്ത്രിമാരിൽ നിന്നും നല്ലൊരു കാര്യം സ്വീകരിക്കും എന്ന് കരുതുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ളവർക്ക് ദുഃഖവും ആപത്തും മാത്രമായിരിക്കും ഫലം. വിഡ്ഢികളായ മന്ത്രിമാരുടെ വാക്കു കേട്ടാൽ രാജ്യവും ആയുസ്സും വംശം തന്നെയും നശിച്ചു പോകും. വേടന്റെ മനോഹരമായ വേണുഗാനം കേട്ട് വശീകരിക്കപ്പെട്ട് ഓടിച്ചെന്ന് കെണിയിൽപ്പെട്ട് മരിച്ചു വീഴുന്ന മാനുകളെ പോലെയാകും അത്. തീയെ കണ്ട് അതിൽ മോഹിച്ച ഈയാമ്പാറ്റകൾ ആ തീയിൽ ചാടി വീണു നശിച്ചു പോകുന്നു. മത്സ്യങ്ങൾ ഭക്ഷണത്തിന്റെ രുചിയെ മോഹിച്ചു ചെല്ലുമ്പോൾ ആ ചൂണ്ടക്കൊളുത്ത് വിഴുങ്ങി വലിയ ആപത്തിൽ പെടുന്നു. ഏതെങ്കിലും ഒന്നിൽ ദുരാഗ്രഹം കൂടിയാൽ ആപത്ത് ഒഴിവാക്കാൻ പറ്റാത്ത വിധം നമ്മെ തേടിയെത്തും. നമ്മുടെ വംശത്തിനും നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തിനും മുഴുവനായും നാശം വരുത്തി വെക്കാനായല്ലോ നിനക്ക് സീതയോട് ഒരു ആഗ്രഹം തോന്നിയത്. അതുകൊണ്ട് രാക്ഷസ രാജാവേ, ഞാനിത് മനസ്സിലാക്കുന്നു. തന്റെ ഇന്ദ്രിയങ്ങൾ അടിമയായി ജീവിക്കുന്ന ഏതൊരുവനും ഒരിക്കലും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ സ്വന്തം ഇന്ദ്രിയങ്ങളെ അടക്കി ജയിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വിധത്തിലുള്ള ആപത്തുകളും വന്നെത്തുകയുമില്ല. അത് വലിയൊരു ഗുണപാഠമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു വിജയവും ആപത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയാണ് എനിക്ക് ഉറങ്ങണം, ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എനിക്ക് നന്മയൊന്നും ഭവിക്കുന്നില്ല. ആ സമയത്ത് എണീറ്റിരുന്ന് എനിക്ക് വേണ്ട നന്മകൾ ഞാനായിട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. യാതൊരു ആരോഗ്യവും നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമാവുകയും നമ്മുടെ പലതരം അസുഖങ്ങൾ വരുവാനും അവ കാരണമാകുന്നു. എന്നാൽ ആ സമയം എണീറ്റ്
ശരീരത്തിന് വേണ്ട വ്യായാമങ്ങൾ നൽകുകയാണെങ്കിൽ അവ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാവത്തേ ഉള്ളൂ. ഇവിടെയാണ് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി വെക്കണം, ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങളെ നമ്മൾ അടക്കി വെച്ച് നമ്മൾ അവയെ ഭരിക്കണമെന്ന് പണ്ടേ രാവണനോട് കുംഭകർണൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കാര്യമല്ല എന്ന് കൃത്യമായി അറിയാമെങ്കിലും ബലമായി ചില കാര്യങ്ങളിൽ ഒരാൾ അമിതമായ താല്പര്യം തോന്നാറുണ്ട്. പൂർവജന്മത്തിലെ കർമ്മവാസന കാരണമാണ് അതിലേക്ക് മനസ്സ് വശപ്പെടുന്നത്. അത് തടുക്കുക എളുപ്പമല്ല. എങ്കിലും അത്തരം തെറ്റായ വഴികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മനസ്സിനെ സ്വന്തം ശാസ്ത്രവിജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവർ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നീ ആലോചിച്ചു നോക്കൂ. മുമ്പ് നമ്മൾ ആലോചിച്ച സമയത്ത് ഞാൻ അങ്ങയോട്, അതായത് രാവണനോട്, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഈശ്വരന്റെ ലീലകളാൽ ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈശ്വരൻ നിശ്ചയിച്ച കാര്യങ്ങളെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. രാമൻ വെറും ഒരു മനുഷ്യനല്ല, മറിച്ച് പുരുഷോത്തമനാണ്. സർവ്വലോകങ്ങൾക്കും നാഥനായ പരമശിവനും നാരായണനുമാണ് അവൻ. സീതാദേവി ആകട്ടെ യോഗമായയാണ്. ഈ കാര്യം നീ മനസ്സിൽ ഉറപ്പിക്കുക എന്ന് നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടില്ലേ? പ്രഭോ, മുൻപ് സംഭവിച്ച കാര്യങ്ങൾ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ വിശാലമായ ബദരികാശ്രമത്തിൽ സുഖമായി നരനാരായണന്മാരുടെ പവിത്രമായ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് നാരദ മഹർഷിയെ സ്നേഹത്തോടെ കണ്ടു വണങ്ങുകയുണ്ടായി. അങ്ങ് ഇപ്പോൾ ഏത് ലോകത്തു നിന്നാണ് വരുന്നത്? അത് ആദരവോടെ എന്നോട് പറഞ്ഞാലും മഹാമുനെ, ഈ ലോകത്ത് ഇപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്? മറച്ചു വെക്കാതെ എന്നോട് അരുളി ചെയ്താലും എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നാരദൻ എന്നോട് വളരെ ആദരവോടെ ആ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തന്നു. രാവണന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വലഞ്ഞ ദേവന്മാരും മുനിമാരും ഒരുമിച്ച് ചെന്ന് ദേവാദിദേവനായ വിഷ്ണു ഭഗവാനെ സേവിച്ച് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം അറിയിച്ചു. 3 ലോകങ്ങൾക്കും ആപത്തായി മാറിയ രാവണൻ പുലസ്ത്യന്റെ പൗത്രനായ അത്യന്തം ദുഷ്ടനും ബലവാനുമായ അവൻ ഞങ്ങളെയെല്ലാം കഠിനമായി ഉപദ്രവിക്കുന്നു. അവൻ കാരണം എവിടെയും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. മനുഷ്യരല്ലാതെ തനിക്ക് മരണമുണ്ടാകരുത് എന്ന് മുൻപ് ബ്രഹ്മാവിൽ നിന്നവൻ വരം നേടിയിട്ടുണ്ട്. മനുഷ്യനായി തന്നെ ജനിച്ച് അങ്ങ് ഇനി പ്രശംസനീയമായ ധർമ്മങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ, അതായത് ദേവന്മാർ ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ മുകുന്ദനായ വിഷ്ണു ഭഗവാനും മനസ്സിൽ കരുണയോടെ ഇപ്രകാരം അരുളി ചെയ്തു. ഭൂമിയിൽ അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ മകനായി വന്ന് ജനിച്ച ഉടൻ തന്നെ രാക്ഷസരാജാവായ രാവണനെ വധിച്ച് 3 ലോകങ്ങളിലുമുള്ള നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ തീർത്തു തരാം. സത്യസങ്കല്പനായ പരമേശ്വരന്റെ ശക്തിയോടെ തന്നെയാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത്. അവൻ ഇനി നിങ്ങളെയെല്ലാം നശിപ്പിക്കും. ലോകത്തിന് സന്മംഗളങ്ങൾ വന്നെത്തുകയും ചെയ്യും എന്ന് അരുളി ചെയ്ത മഹാമുനി അവിടെ നിന്നും മറഞ്ഞു. ശ്രീരാമൻ സനാതനായ പരബ്രഹ്മം തന്നെയാണ്. കറുത്ത താമരയിതൾ പോലെ ശ്യാമവർണ്ണനോടുകൂടിയ മനോഹരനായ ഭഗവാനാണ് അവൻ. മായാരൂപത്തിൽ മനുഷ്യവേഷം ധരിച്ചു വന്ന ആ രാമനെ ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും നീ ഭജിച്ചാലും യഥാർത്ഥ ഭക്തി കണ്ടാൽ ശ്രീരാമൻ പ്രസാദിക്കും. ഭക്തിയാണല്ലോ മഹാജ്ഞാനത്തിന്റെ മാതാവ്. സജ്ജനങ്ങൾക്ക് മോക്ഷം നൽകുന്നത് ഭക്തി തന്നെയാണല്ലോ. ഭക്തിയില്ലാത്തവർ ചെയ്യുന്ന ഏതൊരു കർമ്മവും നിഷ്ഫലമാണ്. എണ്ണമറ്റ അവതാരങ്ങൾ താമരക്കണ്ണനായ വിഷ്ണു ഭഗവാൻ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഏതാണെന്ന് നിന്റെ സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് പറയുകയാണെങ്കിൽ രാമ അവതാരത്തിന് സമമായി മറ്റൊന്നും പോലുമില്ല. അവന്റെ നാമജപം കൊണ്ട് തന്നെ മോക്ഷം ലഭിക്കും. ജ്ഞാനസ്വരൂപനും പരമശിവനുമായ ഭഗവാൻ മനുഷ്യരൂപത്തിലുള്ള രാമനാകുന്നതും ശ്രീരാമനാമത്തെ താരക ബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടാണ്.
അതുകൊണ്ട് ശ്രീരാമദേവനെ തന്നെ നീ ഭജിച്ചാലും. പണ്ഡിതന്മാരായ ജനങ്ങൾ രാമനെ തന്നെ ഭജിച്ച് വലിയ മായ നിറഞ്ഞ സംസാര സാഗരം കടന്ന് ശ്രീരാമന്റെ തൃപ്പാദങ്ങളെ പ്രാപിച്ച് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം എപ്പോഴും ഇല്ലാതാക്കുന്നു. തത്വജ്ഞാനികളായ ജ്ഞാനികൾ എപ്പോഴും രാമനെ തങ്ങളുടെ ഹൃദയ കമലത്തിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നു. അവന്റെ ലീലകളും നാമങ്ങളും എപ്പോഴും ജപിച്ച് ഉച്ചരിച്ച് മനസ്സുകൊണ്ട് അവനെ ദർശിച്ച് ആ ഭഗവാൻ സായുജ്യം പ്രാപിച്ച് ശാശ്വതമാകുന്ന ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു. മനസ്സിലെ മായാമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉടൻ തന്നെ നീയും ആ ആനന്ദമൂർത്തിയായ ശ്രീരാമനെ ഭജിച്ചാലും. അനുജനായ കുംഭകർണൻ ഇപ്രകാരം ഉപദേശിച്ചതു കേട്ട് ദേഷ്യം ഇരട്ടിച്ച രാവണൻ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു തരാനല്ല ഞാൻ നിന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയത്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി ഉറങ്ങിക്കൊള്ളൂ. നീ വലിയ ബുദ്ധിമാനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ കേൾക്കാം. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറി സുഖമായി ജീവിക്കുന്ന കാലത്ത് കഴിയുമെങ്കിൽ വേഗത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് രാമലക്ഷ്മണന്മാരെ കൊന്ന് വാഴ്ത്തി തിരികെ വരിക നീ. ജ്യേഷ്ഠനായ രാവണന്റെ ഇത്തരം വാക്കുകൾ കേട്ട് ഭയങ്കരനായ കുംഭകർണൻ യുദ്ധത്തിനിറങ്ങി നടന്നു. മനസ്സിലെ സങ്കടമെല്ലാം കളഞ്ഞ് യുദ്ധത്തിൽ ശ്രീരാമൻ തന്നെ വധിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ എന്നോർത്ത് ലങ്കയുടെ മതിലും കിടന്ന് വലിയൊരു പർവ്വതം പോലെ വലിയ ശബ്ദത്തിൽ അലറിക്കൊണ്ട് വളരെ വേഗത്തിൽ 1000 ഭാരം തൂക്കമുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ തൻ്റെ ആയുധമാകുന്ന ശൂലവും കയ്യിലേന്തി വാനര സൈന്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആ സമയത്ത് വാനരന്മാരെല്ലാവരും പേടിച്ച് ഓടി. കുംഭകർണന്റെ വരവ് കണ്ട് ഭയന്നു വിറച്ച് ഭയത്തോടെ ശ്രീരാമൻ വിഭീഷണനോട്, വലിയ പരാക്രമിയായ ഈ രാക്ഷസൻ ആരാണ്? ആകാശത്തോളം ഉയരമുണ്ടല്ലോ ഇയാൾക്ക്, എന്തൊരത്ഭുതം! ഇപ്രകാരം ശ്രീരാമൻ ചോദിച്ചപ്പോൾ വിഭീഷണൻ ഉടൻ തന്നെ മറുപടി പറഞ്ഞു: ഇവൻ രാവണന്റെ അനുജനായ കുംഭകർണനാണ്. എൻ്റെ ജ്യേഷ്ഠനുമാണ്. വളരെ ശക്തിയുള്ളവനും ബുദ്ധിമാനുമാണ്. ദേവന്മാരുടെ യമനായ അവൻ, അതായത് കുംഭകർണൻ, എപ്പോഴും ഉറക്കത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കാലം വിജയിച്ചു കൂടുതൽ നിലനിൽക്കാൻ അവൻ കാരണം ആർക്കും സാധിക്കില്ല. ഈ വിവരങ്ങളെല്ലാം രാമനെ ധരിപ്പിച്ചിട്ട് വിഭീഷണൻ ചെന്ന തൻ്റെ ആഗ്രഹപ്രകാരം ജ്യേഷ്ഠനായ കുംഭകർണന്റെ കാൽക്കൽ വീണു വണങ്ങി. അവൻ അങ്ങയുടെ അനുജനായ വിഭീഷണനാണ്. അങ്ങയിൽ വലിയ ഭക്തിയുള്ളവനുമാണ്. സ്നേഹത്തോടെ അവനെ അനുഗ്രഹിച്ചാലും സീതയെ ശ്രീരാമന് തിരികെ നൽകുന്നു എന്ന് ഞാൻ വളരെ ആദരവോടെ പരമാവധി രാവണനോട് അപേക്ഷിച്ചു നോക്കി. എന്നാൽ വാളും എടുത്ത് എന്നെ കൊല്ലാനായി വലിയ കോപത്തോടെ അടുത്തു വന്ന് കണ്ടപ്പോൾ ഞാൻ ഭയന്ന് എൻ്റെ 4 മന്ത്രിമാരുമായി അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. സീതാപതിയായ ശ്രീരാമനെ പോയി ശരണം പ്രാപിച്ചു. ഇപ്രകാരം വിഭീഷണന്റെ വാക്കുകൾ കേട്ട കുംഭകർണൻ മനസ്സ് സന്തോഷിച്ച് അനുജനെ തഴുകി പുണർന്ന് പിന്നീട് അവന്റെ മുതുകിൽ തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: തീർച്ചയായും നീ ധന്യനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഭൂമിയിൽ നീ വളരെ കാലം സുഖമായി ജീവിച്ചാലും ശ്രീരാമന്റെ തൃപ്പാദ കമലങ്ങൾ നീ എപ്പോഴും ഭജിച്ച് സേവിച്ചു കൊള്ളുക. നമ്മുടെ രാക്ഷസ വംശത്തെ കാത്തു രക്ഷിക്കാൻ നീ ഒരുവൻ മാത്രം മതി. നീ അത്രമേൽ പരിശുദ്ധനും ഭഗവത് ഭക്തരിൽ ഉത്തമനുമാണ്. നീ ഭഗവാൻ നാരായണന് അത്രയധികം പ്രിയപ്പെട്ടവനാണെന്ന് മുൻപ് നാരദ മഹർഷി തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം വെറും മായ മാത്രമാണ്. അതുകൊണ്ട് ഇനി നീ വേഗത്തിൽ രാമന്റെ തൃപ്പാദങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളും. അത് കേട്ട് ജ്യേഷ്ഠനെ വണങ്ങി വളരെ ദുഃഖിതനായി കണ്ണീരൊഴുക്കിക്കൊണ്ട് വിഭീഷണൻ അവിടെ നിന്നും തിരികെ പോയി. ശ്രീരാമന്റെ അടുക്കലെത്തി സങ്കടത്തോടെ ചിന്താകുലനായി. ശ്രീരാമൻ വിഭീഷണൻ നിൽക്കുന്ന സമയത്ത് കുംഭകർണൻ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വാനരന്മാരെ കോപത്തോടെ വധിക്കുവാൻ തുടങ്ങി. പേടി കാരണം കവികൾ അവന്റെ അടുത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല.
അവൻ നാനാ ദിശകളിലേക്കും പേടിച്ചോടുവാൻ തുടങ്ങി. മതയാനയെ പോലെ വാനരന്മാരെ അവൻ 10ഉം 100ഉം 1000ഉമായി നിമിഷം നേരം കൊണ്ട് കൊന്നുതള്ളി. ഇത് കണ്ട വാനരരാജാവായ സുഗ്രീവൻ വലിയൊരു മല കയ്യിലെടുത്ത് അവന്റെ മേലേക്ക് എറിഞ്ഞു. എന്നാൽ അത് അവന്റെ മാറിൽ തട്ടി തകർന്നു പോയി. കോപത്തോടെ കുംഭകർണൻ തന്റെ ശൂലമെടുത്ത് കുത്തിയപ്പോൾ അതേറ്റ് സൂര്യപുത്രനായ സുഗ്രീവൻ ഭയന്ന് ബോധരഹിതനായി താഴെ വീണു. ആ സമയം സുഗ്രീവനെയും എടുത്തുയർത്തിക്കൊണ്ട് വളരെ വലിയ സന്തോഷത്തോടെ ആ അസുരൻ നടന്നു. യുദ്ധത്തിൽ സുഗ്രീവനെ ജയിച്ച് അവനെയും ചുമന്നുകൊണ്ട് രാക്ഷസ രാജാവിന്റെ നഗരത്തിലേക്ക് പോകുന്ന സമയത്ത് സ്ത്രീകൾ ഉയർന്ന കൊട്ടാരങ്ങളുടെ മുകളിൽ കയറി വളരെ സന്തോഷത്തോടെ പനിനീരിൽ മുക്കിയ പൂമാലകളും ചന്ദനവും അവരുടെ മേലേക്ക് വിതറി. ആദരവോടെ ചെയ്ത ആ പ്രവൃത്തി കണ്ട് സുഗ്രീവന്റെ ക്ഷീണം പെട്ടെന്ന് മാറി. അതോടെ വാനര രാജാവായ സുഗ്രീവൻ ബോധക്കേട് മാറി എഴുന്നേറ്റു. മനസ്സിൽ അടക്കാനാവാത്ത കോപത്തോടെ കുംഭകർണന്റെ മൂക്കും ചെവികളും തന്റെ പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് കടിച്ചു മുറിച്ചെടുത്തു. ആകാശമാർഗത്തിലൂടെ വേഗത്തിൽ രാമന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. മാനഹാനിയും വലിയ ദേഷ്യവും കാരണം ഭയവും തോന്നി ചോരയിൽ കുളിച്ച അവസ്ഥയിൽ കുംഭകർണൻ വീണ്ടും കോപത്തോടെ വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണൻ പോരാട്ടത്തിനായി മുന്നോട്ട് വന്നു. ഒരു പർവ്വതത്തിന്മേൽ മഴ പെയ്യുന്നത് പോലെ തടുക്കാൻ കഴിയാത്ത വിധം ശരവർഷം ചൊരിഞ്ഞു. എന്നാൽ കുംഭകർണൻ ലക്ഷക്കണക്കിന് വാനരന്മാരെ തന്റെ വായിലേക്ക് തള്ളിക്കയറ്റി. എന്നാൽ സുഗ്രീവൻ മുറിച്ചെടുത്ത അവന്റെ മൂക്കിലൂടെ ചെവിയിലൂടെയും അവർ പുറത്തു ചാടി. എന്നിട്ടും അവൻ വീണ്ടും വാനരന്മാരെ വാരി വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. ആ സമയം കുംഭകർണൻ മനസ്സിൽ വെച്ച് ആലോചിച്ചു. ലക്ഷ്മണനോട് പൊരുതുന്നത് വിട്ട് പെട്ടെന്ന് അവനെ തന്നെ ശ്രീരാമന് നേർക്ക് അടുത്തു. ഇതുകണ്ട് ശ്രീരാമൻ അതിവേഗത്തിൽ അമ്പുകൾ തൊടുത്തുവിട്ടു. കുംഭകർണന്റെ വലതു കൈയും അതിലിരുന്ന ശൂലവും ശ്രീരാമൻ ആ നിമിഷം തന്നെ അമ്പെയ്ത് മുറിച്ചു കളഞ്ഞു. ആ വെട്ടിമാറ്റിയ കൈ യുദ്ധക്കളത്തിൽ വീണ നിരവധി വാനരന്മാരും രാക്ഷസന്മാരും ചതഞ്ഞു മരിച്ചു. ഉടൻ തന്നെ ഇടതുകൈയിൽ വലിയൊരു മരം പിഴുതെടുത്ത് രാമന് നേർക്ക് കുംഭകർണൻ കോപത്തോടെ പാഞ്ഞെടുത്തു. രാമൻ ഐന്ദാസ്ത്രം തൊടുത്ത് ആ കൈയും വെട്ടിമാറ്റി. അത് താഴെ വീണ് ശത്രുക്കളായ നിരവധി അസുരന്മാർ ചത്തു വീണു. ശരീരം തകർന്നിട്ടും അടങ്ങാത്ത കോപത്തോടെ അലറിക്കൊണ്ട് അടുത്തു വന്ന രാക്ഷസ വീരനെ അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള 2 അമ്പുകൾ കൊണ്ട് ഉയരമുള്ള 2 കാലുകൾ ശ്രീരാമൻ മുറിച്ചു മാറ്റി. എന്നിട്ട് തോൽക്കാതെ വായ വലിയ അളവിൽ പിളർന്ന് രാമനെ വിഴുങ്ങുവാനായി രാക്ഷസ ശ്രേഷ്ഠനായ കുംഭകർണൻ വായ പിളർന്ന് നേർക്ക് കുതിച്ചെടുത്ത ആ സമയത്ത് ശ്രീരാമൻ അമ്പുകൾ എയ്ത് അവന്റെ വായിൽ നിറച്ചു. ഇന്ദ്രൻ ആദിശ ദൈവമായിട്ടുള്ളതും മഹത്തായതുമായ ഐന്ദ്രാസ്ത്രം തൊടുത്ത് അവന്റെ ശിരസും വെട്ടിമാറ്റി. ഇന്ദ്രൻ സന്തോഷിച്ച് ദേവന്മാരോടൊപ്പം തെളിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് അവന്റെ വെട്ടിമാറ്റപ്പെട്ട തല ലങ്കയുടെ കൊട്ടാരവാതിൽക്കൽ ചെന്ന് വീണു. അവന്റെ ഭീമമായ ഉടൽ തകർന്നു വീണ് സമുദ്രത്തിലും ചെന്ന് പതിച്ചു. ബാക്കി ഭാഗം നാളെ പറയാം. നന്ദി, നമസ്കാരം.